നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിള് 3 ലൈൻസ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ട്രയാങ്കിൾ കിട്ടുന്നത്. ട്രയാങ്കിളിന് 3 ആംഗിൾസും 3 സൈഡ്സും ഉണ്ട്. പല തരത്തിലുള്ള ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ട്രയാങ്കിളിനെ ആംഗിളിനെ ബേസ് ചെയ്തും ക്ലാസിഫൈ ചെയ്യും, സൈഡ്സിനെ ബേസ് ചെയ്തും ക്ലാസിഫൈ ചെയ്യും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആംഗിളിനെ ബേസ് ചെയ്ത് ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈപ്പ്, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും acute ആംഗിൾ ആണെങ്കിൽ that triangle is known as acute angled triangle. acute angle എന്ന് പറഞ്ഞാൽ എന്താ? an angle whose measure is less than 90 degree. 90 ഡിഗ്രിയേക്കാളും കുറവ് മെഷർ ആയിട്ടുള്ള ആംഗിളിനെയാണ് acute angle എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും acute angles ആയാൽ ആ ട്രയാങ്കിളിനെ acute angle ട്രയാങ്കിൾ എന്ന് പറയും. അടുത്ത ടൈപ്പ് ട്രയാങ്കിൾ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. നെക്സ്റ്റ് ടൈപ്പ് ട്രയാങ്കിള്, ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിൽ ഒരു ആംഗിള് 90 ഡിഗ്രിയേക്കാളും എബവ് ആയാൽ, അതായത് ഒരു ആംഗിള് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയാൽ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിളിന്റെ മെഷർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ആ ആംഗിളിന് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ പറയും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 എബവ് ആണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിനെ ആംഗിളിനെ ബേസ് ആക്കി 3 ടൈപ്പ് ആക്കി തിരിക്കാം. ഒന്ന് acute ആംഗിൾ ട്രയാങ്കിൾ, 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, 3 ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി നമുക്ക് സൈഡ്സിനെ ബേസ് ചെയ്ത് ട്രയാങ്കിളിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ ഈ 3 സൈഡ്സും ഈക്വൽ ആണ്. അതായത് ഇത് 4 ആണെങ്കിൽ ഇത് രണ്ടും എല്ലാം 4, അല്ലെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും 5. അങ്ങനെയുള്ള ട്രയാങ്കിളിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ്, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ, അതായത് ഈ 2 സൈഡിന്റെ മെഷർ ഈക്വലും ഇത് ഡിഫറൻറ്റും ആണെങ്കിൽ ആ ടൈപ്പ് ട്രയാങ്കിളിനെ ഐസോസെൽസ് ട്രയാങ്കിൾ എന്ന് പറയും. ഐസോസെൽസ്. നെക്സ്റ്റ് ടൈപ്പ് ട്രയാങ്കിള് 3 സൈഡ്സും ഡിഫറെന്റ് ആണെങ്കിൽ ആ ടൈപ്പ് ട്രയാങ്കിളിനെ സ്കെയിലർ ട്രയാങ്കിൾ എന്ന് പറയും. സൈഡ്സിനെ ബേസ് ചെയ്ത് ട്രയാങ്കിളിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 3 സൈഡ്സ് ഈക്വൽ ആയത്, ഐസോസെൽസ് ട്രയാങ്കിൾ 2 സൈഡ്സ് ഈക്വൽ ആയത്, സ്കെയിലർ ട്രയാങ്കിൾ എല്ലാ സൈഡ്സിന്റെയും മെഷർ ഡിഫറെന്റ് ആയത്. അങ്ങനെ 3 ആയിട്ട് നമ്മൾ തരംതിരിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ട്രയാങ്കിളിനെ പറ്റി എന്തുകൂടി പഠിച്ചിട്ടുണ്ട്? ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ പഠിച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് നോക്കിയിട്ട് ഈ ലെസൺ തുടങ്ങാം. ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷന് എത്ര മെഷേഴ്സ് ആവശ്യമുണ്ട്? നമുക്ക് 3 മെഷേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ട്രയാങ്കിള് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 മെഷേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം? ഫസ്റ്റ് വൺ, 3 സൈഡ്സ് തന്നാൽ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും തന്നാൽ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും തന്നാൽ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 2 സൈഡും ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുമ്പോൾ 3 മെഷേഴ്സ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് എന്താ? ഏതെങ്കിലും 2 ആംഗിൾസും ഒരു സൈഡും തന്നാലും നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ട്രയാങ്കിളിന്റെ കൺസ്ട്രക്ഷൻ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയുള്ളൂ. ഇനി നമുക്ക് ഈ ലെസൺ തുടങ്ങാം. ലെസണില് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡ്രോ എ ട്രയാങ്കിൾ 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും തന്നിട്ട് അപ്പൊ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഡ്രോ എ ട്രയാങ്കിൾ 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ എന്നുള്ളത് പല വിധത്തിൽ വരയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ 7 സെന്റിമീറ്റർ ബേസ് ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ ബേസ് ആക്കി വരയ്ക്കാം, 5 സെന്റിമീറ്റർ ബേസ് ആക്കി വരയ്ക്കാം. ഇതുപോലെ ട്രയാങ്കിൾസ് പല വിധത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും.
എങ്ങനെ വരച്ചാലും ഈ എല്ലാ ട്രയാങ്കിളിന്റെയും സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം, മെഷർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ ട്രയാങ്കിൾസിന്റെ ഒക്കെ ആംഗിൾസ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കോ അല്ലയോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. ആംഗിൾസ് ഈക്വൽ ആണോ നോക്കാൻ ഒന്നുകിൽ ഈ ട്രയാങ്കിളിന്റെ ഷേപ്പിൽ ട്രയാങ്കിൾ കട്ട് ചെയ്ത് നമുക്ക് മുകളിൽ വെച്ച് നമുക്ക് നോക്കാം. ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത് പോയിന്റ് സൈഡ് ആയിട്ട് ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഈ എല്ലാ ട്രയാങ്കിൾസിന്റെയും ആംഗിൾസിന്റെ മെഷർ ചെയ്ത് നോക്കാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്ത് ആംഗിൾസ് ചെയ്ത് നോക്കാം. മെഷർ ചെയ്ത് നോക്കിയപ്പോൾ എല്ലാ ആംഗിൾസും എത്രയാണ്? 35 ഡിഗ്രി, 45 ഡിഗ്രി, 100 ഡിഗ്രി. ഈ എല്ലാ ട്രയാങ്കിൾസിന്റെയും ആംഗിൾസ് ഈ 3 ഡിഗ്രികളാണ്. 35 ഡിഗ്രി, 45 ഡിഗ്രി, 100 ഡിഗ്രി. അപ്പോൾ ഈ സൈഡ്സ് ഈക്വൽ ആയിട്ട് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ ആ ട്രയാങ്കിളിന്റെ എല്ലാം 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലായത് എന്താ? ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മള് പഠിച്ച പോയിന്റ് ഇതാണ്. ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ ദെൻ ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ മെഷർ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ എഴുതാം ആ ട്രയാങ്കിളിന്റെ ആംഗിൾസും ഈക്വൽ ആണ്. അടുത്ത പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ഇവിടെ 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾസിന്റെ മെഷേഴ്സ് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ അങ്ങനെയാണ്. ഒരു ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരച്ചേക്കണു, അടുത്ത ട്രയാങ്കിൾ 6 സെന്റിമീറ്റർ ബേസ് ആയിട്ട് വരച്ചു. എങ്ങനെ വരച്ചാലും ഈ 2 ട്രയാങ്കിൾസിന്റെയും സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈ 2 ട്രയാങ്കിളിന്റെയും ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഏത് ആംഗിളിന് ഏത് ആംഗിൾ ആണ് ഈക്വൽ എന്ന് അറിയില്ല. ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ പി ക്യു ആർ. അതായത് ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എയോട് ഈ ട്രയാങ്കിളിന്റെ ഏത് ആംഗിൾ ആണ് ഈക്വൽ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്ത് നോക്കണം. പക്ഷെ മെഷർ ചെയ്യാതെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ലോങ്സ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എ സി ആണ്, 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ലോങ്സ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് ലാർജസ്റ്റ് ആംഗിൾ. അതായത് ഈ ട്രയാങ്കിളില് എ സിക്കാണ് ലെങ്ത് കൂടുതൽ. ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിലെ ആംഗിൾ ബി ആണ് ലാർജസ്റ്റ് ആംഗിൾ. അപ്പൊ ലാർജസ്റ്റ് ആംഗിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആംഗിൾ ബി. നമുക്കറിയാം ട്രയാങ്കിൾ എ ബി സിയുടെ എല്ലാ ആംഗിൾസും ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ആംഗിൾസും ഈക്വൽ ആണ്. പക്ഷെ ആംഗിൾ പിക്ക് ഈക്വൽ ആയ ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ട്രയാങ്കിൾ പി ക്യു ആറിലെ ലാർജസ്റ്റ് ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആ 2 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ട്രയാങ്കിൾ പി ക്യു ആർ കൺസിഡർ ചെയ്തപ്പോ ക്യു ആർ ആണ് ലോങ്സ്റ്റ് സൈഡ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി ആണ്. അപ്പൊ ഇതിലെ ലാർജസ്റ്റ് ആംഗിൾ ബി ആണ്, ഇതിലെ ലാർജസ്റ്റ് ആംഗിൾ പി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി. അതായത് 2 ട്രയാങ്കിളിലെ ലാർജസ്റ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കരുതി. ഇനി നമുക്ക് സ്മോളസ്റ്റ് ആംഗിൾ നോക്കാം. സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിലെ സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ എ ആണ്. ആംഗിൾ എ സ്മോളസ്റ്റ് ആംഗിൾ. ഇനി ഈ ട്രയാങ്കിളിലെ സ്മോളസ്റ്റ് ആംഗിൾ ഏതാ? പി ക്യു ആണ്. സ്മോളസ്റ്റ് സൈഡ് 3 സെന്റിമീറ്റർ. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആർ ആണ് സ്മോളസ്റ്റ് ആംഗിൾ. അപ്പോൾ ഇതിലെ സ്മോളസ്റ്റ് ആംഗിൾ എയും ഈ ട്രയാങ്കിളിലെ സ്മോളസ്റ്റ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 2 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് 2 പെയർ ആംഗിൾസ് കിട്ടി, ഈക്വൽ ആണ്.
അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് പറയാം, അടുത്ത രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും നമ്മൾ എഴുതി, ബാക്കിയുള്ളത് ആംഗിൾ സി. ഇവിടെ ആംഗിൾ പിയും ആംഗിൾ ആറും എഴുതി. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി, ഈ രണ്ട് ആംഗിൾസ് ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഏതാ, രണ്ടിന്റെയും 6 സെന്റിമീറ്റർ ആണ്. ആംഗിൾ ബിക്കും ആംഗിൾ പിക്കും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, സൈഡ്സ് ഈക്വൽ ആയാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അടുത്ത ആംഗിൾ നോക്കി, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 3 സെന്റിമീറ്റർ ആണ്. ആംഗിൾ ആറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 3 സെന്റിമീറ്റർ. അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. സിമിലർലി അടുത്ത കേസിലും 5 സെന്റിമീറ്റർ, ഇവിടെ 5 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആദ്യം എന്ത് പഠിച്ചു, സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസും ഈക്വൽ ആണ്. ഇപ്പൊ പഠിച്ചതോ, ഈക്വൽ സൈഡ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ ഇപ്പൊ പഠിച്ചത്, if the sides of a triangle are equal to the sides of another triangle, then the angle opposite to equal sides of these triangles are equal. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് വേറൊരു ട്രയാങ്കിളിന്റെ സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ആദ്യം സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണ്. നെക്സ്റ്റ് വൺ, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.